മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിരിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഏകദേശം നമുക്ക് പറയാനാണെങ്കിൽ ഒരു ഡിസംബർ 8-ൻ്റെയും 11-ൻ്റെയും ഉള്ളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാം ഒക്കെ നടക്കുന്ന സമയം പോലെ ഒരു മാസം ഒന്നും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇങ്ങനെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ബാക്ക് ടു ബാക്ക് എക്സാംസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം. ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു 8-9 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം അവസാനിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ഏതെങ്കിലും സബ്ജക്ട്സ് പഠിക്കാം അല്ലെങ്കിൽ അപ്പോൾ റിവിഷൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ കൂടെ ടെൻഷനായി പോകും. അതുമാത്രമല്ല ഇനിയും ദിവസം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പം പലരും ഇപ്പോഴും കരുതിയിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ടേം 2 എക്സാം അല്ലേ, അപ്പോൾ ടേം 2ൻ്റെ ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കുന്നതാണ് മക്കളെ. അങ്ങനെയല്ല നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നടക്കാൻ വേണ്ടി പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ സാധാരണ അങ്ങനെയായിരുന്നു. ടേം 1-ന് നമ്മുടെ ഓണം എക്സാമിൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാകും. ടേം 2-ന് എന്താണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെതായിട്ടുള്ള ചാപ്റ്റേഴ്സിനായിരിക്കും കൂടുതൽ വെയിറ്റേജ്. ഇവിടുന്ന് കുറച്ച് വെയിറ്റേജിനായിരുന്നു ചോദിക്കുക. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കാരണം നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ഓണം എക്സാം നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് ടേം 1-ൻ്റെ ചാപ്റ്റേഴ്സും ടേം 2-ൻ്റെ ചാപ്റ്റേഴ്സിനും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ മക്കൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓരോ സബ്ജക്ട്സിലെയും ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് അടക്കമുള്ള വീഡിയോസാണ്. അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് മിസ് പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്കിത് നമ്മുടെ ഫിസിക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ടേം 2-ന് ഇത്രയും വേവ് ഒപ്റ്റിക്സ് വരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് ടോട്ടൽ ഏകദേശം 10 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, അതിൻ്റെ വെയിറ്റേജ് വേണ്ട മക്കളാണെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 8 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഇതിലെല്ലാറ്റിനും ടേം 1-ലെ ചാപ്റ്റേഴ്സിന് കുറച്ച് വെയിറ്റേജ്, ടേം 2-ലെ ചാപ്റ്റേഴ്സിന് കുറേ വെയിറ്റേജ്, അങ്ങനെ അല്ല ഉള്ളത്. ഓക്കെ, ആൻഡ് അതേപോലെ നമ്മുടെ മാത്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 11 ചാപ്റ്റേഴ്സോളം പഠിക്കാനുണ്ട്. അതിൻ്റെ വെയിറ്റേജ് മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സ് എങ്കിലും പലരും ഇതുവരെ ഒന്നും തൊടാതിരിക്കുന്നുണ്ടാവും അല്ലെ. ഇതുവരെ ഫ്രഷ് ആയിട്ടാണ് മിസ് ഇരിക്കുന്നത്. ആ ചാപ്റ്റർ ഏതാണെന്നും കൂടെ അറിയില്ല. ചിലപ്പോൾ പലരും കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു മിസ് ഈ ചാപ്റ്റർ ഉണ്ടോ, ഈ ചാപ്റ്റർ എടുത്തോ എന്നൊക്കെ. അതായത് നിങ്ങളിപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ കലോത്സവത്തിനൊക്കെ പോയിരുന്ന സമയത്ത് ചിലപ്പോൾ സ്കൂളിൽ ആ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ അറിയാത്തതായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഇതിൽ ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് അഡ്മിഷൻ എടുക്കാം. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടാവും. അത് എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തത് ഇനിയിപ്പോൾ ബോട്ടണിയിൽ നോക്കുകയാണെങ്കിൽ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ വരെ നിങ്ങൾക്ക് എന്താണ് ബോട്ടണിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് എൻ്റെ കുട്ടികൾക്ക് ബോട്ടണിയിൽ കവർ ചെയ്യാനുള്ളതാണ്. ആകെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ മാത്രമേ ബോട്ടണിയിൽ ഇല്ലാത്തതുള്ളൂ. ആൻഡ് നമ്മുടെ സുവോളജിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ മൈക്രോബ്സും ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനും മാത്രമേ ഇല്ലാത്തതുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങളുടെ എക്സാമിനുണ്ട്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വരെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ആൻഡ് നമ്മുടെ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ടേം 2 സിലബസിൽ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട്. ഇതിൻ്റെ വെയിറ്റേജ് കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ മലയാളം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയുമാണ് നമ്മുടെ മലയാളത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് അതേപോലെ തന്നെ ഹിന്ദിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വരെയാണ് പഠിക്കാനുള്ളത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കീം ഓഫ് വർക്ക് പ്രകാരം ഓരോ മാസത്തിലും നിങ്ങൾക്ക് തീർക്കേണ്ടതനുസരിച്ചിട്ടാണ് ലാംഗ്വേജസിൻ്റെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അറബിയിൽ ഇവിടെ വരെയാണെന്ന് മിസ് കരുതുന്നു. അറബി മിസ്സിനെ വായിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലാണെങ്കിൽ കുറഞ്ഞതൊരു 40 to 50 ഡേയ്സ് ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ. ബാക്കി ഒരു വീക്കെങ്കിലും നമ്മൾ റിവൈസ് ചെയ്യേണ്ടേ മക്കളെ. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നിങ്ങൾ എന്താണ് ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ പ്രൈസ്, അതായത് നമ്മുടെ ഈ ഒരു ഓഫറിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. പക്ഷേ എന്തിനാണ് ഇപ്പോൾ ബാച്ചിൻ്റെ കാര്യം പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 2 ചാപ്റ്ററെങ്കിലും തീർക്കണം. അപ്പോൾ ആ ക്ലാസ് എവിടെ കിട്ടും, ആ നോട്ട് എവിടെ കിട്ടും എന്നാണ് ഓടി നടക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ നമ്മുടെ ബാച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മുതലുള്ള എല്ലാ ചാപ്റ്റേഴ്സിനെയും ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവല്യൂഷൻ എടുക്കുകയാണ്, അതിൻ്റെ ലൈവ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 2 സെഷനിൽ നമ്മൾ തീർത്ത ക്ലാസ് കാണാം. ഇനിയിപ്പോൾ നിങ്ങൾ ഏതെടുക്കുകയാണ്, ഹ്യൂമൻ ഹെൽത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ പാർട്ടായിട്ട് നമ്മൾ തീർത്ത ക്ലാസ്സുകൾ കാണാം. ഈ ക്ലാസ്സുകൾ നിങ്ങളുടേതായിട്ടുള്ള സ്പീഡിൽ ഇട്ടിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി സപ്പോസ് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് അറിയാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ്
ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ഇവിടെ ഉണ്ട്, നോട്ടാണ് വേണ്ടത്, നോട്ട് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ തീർക്കാനുള്ളത് അതനുസരിച്ച് എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഇനി നമുക്ക് ഒരു ദിവസം കുറച്ച് പോർഷൻ, അടുത്ത ദിവസം കുറച്ച് പോർഷൻ, അങ്ങനെ നമുക്ക് സമയമില്ല. ഓക്കെ, നിങ്ങൾ പഠിക്കാത്ത ഫ്രഷ് ആയിട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, നമ്മുടെ ഉയരെ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ആൻഡ് ജെഇ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീ ആണ് വരുന്നത്. അതല്ല നിങ്ങൾക്ക് ക്ലാസ് മാത്രം മതി, പബ്ലിക് എക്സാമിൻ്റെ മാത്രം മതി എന്നുണ്ടെങ്കിൽ 3499 നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. ലാസ്റ്റ് മിനിറ്റിൽ റിവിഷൻ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കൂടെ വെക്കുക. ഈ രീതിയിൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അറിയിക്കുക. അതുപോലെ ഈ വെയിറ്റേജ് അറിയില്ല, ചാപ്റ്റേഴ്സ് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ്.